ഇന്ന് നമുക്കൊരു നാടൻ രീതിയിൽ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു കോട്ടയം സ്റ്റൈല് ചിക്കൻ കറി ആയാലോ. ഇതിനായി നാടൻ വെളിച്ചെണ്ണ നമ്മൾ 1.5 തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി പെരിഞ്ചീരക സീഡ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ജൂലിയൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. ഒരു കിലോ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, ഒരു 3 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഏകദേശം ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതിനായി ഞാൻ ഒരു കഷ്ണം സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. സവോള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇരി പൊടിച്ചെടുത്ത ഗരം മസാല, എരിവിനാവശ്യമുള്ള ലേശം കുരുമുളക് പൊടി എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് വെന്തോളും. നമ്മളൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പാല് നമുക്ക് എടുക്കാം. നമുക്ക് ഈ തേങ്ങാപ്പാലിൽ 20 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വേവിച്ചെടുക്കാം. നാടൻ രീതിയിലുള്ള ചിക്കൻ ഉരുളക്കിഴങ്ങ് കറി നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ചുവന്നുള്ളിയും വറ്റമുളകും ഇട്ട് താളിപ്പിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 കഷ്ണം ചുവന്നുള്ളി, ഒരു ഉണക്കമുളകും, 2 കറിവേപ്പിലയും. നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.